ഞാൻ അരുൺ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് പറയുന്നത്, നോക്കൂ, ഇക്കാര്യത്തിൽ ഒരു ROCയുടെ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനോട് അന്വേഷിക്കാൻ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1.72 കോടി രൂപ 3 വർഷത്തെ കോൺട്രാക്റ്റ് തുകയാണ് കേട്ടോ. 3 വർഷം കൊണ്ട് 1.72 കോടി രൂപ നൽകിയ ഒരു വിഷയത്തിൽ ROC, ഡെപ്യൂട്ടി ROC കർണാടക, ഡെപ്യൂട്ടി ഡയറക്ടർ RD ചെന്നൈ, ROC പുതുച്ചേരി, ഈ 3 ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സംഘമാണ് അന്വേഷണം നടത്തുന്നത്. 1.72 കോടി 3 വർഷത്തെ കോൺട്രാക്റ്റ് തുകയുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ മേലിൽ അന്വേഷിക്കാൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മുതിർന്ന ROC ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച തന്നെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തു വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത്, നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞതായി അരുൺ ഉദ്ധരിച്ച വ്യക്തിപരമായ വൈരാഗ്യമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് രാഷ്ട്രീയ വൈരാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിലൊരു പൂർണ്ണതയാകും. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇപ്പോഴും അവർ സംഘപരിവാറും CPM തമ്മിലുള്ള ഒരു അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒന്നും കണ്ടെത്താനാകില്ല എന്നുള്ളത് സ്വാഭാവികമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ തിരിച്ചു പോവുകയാണ്. നോക്കൂ, നമ്മളിത് നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ എത്രയധികം പരിശോധനകളാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്, എന്തൊക്കെ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഒന്ന്, വീണയെ കേൾക്കാതെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാധാരണഗതിയിലുള്ള ഒരു പൗരൻ്റെ അവകാശമുണ്ടല്ലോ, ഒരു കമ്പനിയുടെ അവകാശമുണ്ടല്ലോ, അത് അവിടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ള ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ വീണ വിജയൻ്റെ അച്ഛൻ്റെ പാർട്ടിയായിട്ടുള്ള CPM ഉന്നയിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടായിട്ടുള്ളത്? കേരള രാഷ്ട്രീയം ആകെ അത് ചർച്ച ചെയ്തിരുന്നു. വീണ IGST അടച്ചിട്ടില്ല എന്നുള്ള ഒരു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തൽ ഒരു MLA കൂടിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ ഉന്നയിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് മുഴുവൻ അടച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. ധനമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ധനമന്ത്രി അത് പരിശോധിക്കുകയും IGST അടച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലേക്ക് വിഷയം പോയി എന്നുള്ളതാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അത് പരിഗണിക്കാൻ പോലും കൂട്ടാക്കാതെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചിട്ടുള്ളത്? കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു കളമശ്ശേരിക്കാരൻ കൊടുത്ത പരാതി എത്തി എന്നുള്ളതാണ്. അവിടെയും ഗിരീഷ് കുമാറിൻ്റെ പരാതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നീട് അത് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി ഹൈക്കോടതി അത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഇത് നോക്കൂ, ഈ ഒരു നീക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷവും എന്താ സംഭവിച്ചിട്ടുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടി, RC, IK, PK തുടങ്ങിയ PV തുടങ്ങിയ ആളുകൾക്ക് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഘട്ടം ചർച്ചയിലും ആവർത്തിച്ചുന്നയിച്ച വിഷയമാണ്. പിണറായി വിജയൻ എന്ന PVക്കോ അല്ലെങ്കിൽ RCയോ OCയോ IKയോ PKയോ ആയിട്ടുള്ള UDF നേതാക്കൾക്കോ 20,000-ന് മുകളിൽ പണം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയൻ എന്ന CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് 20,000-ന് മുകളിൽ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് വിഷയമാണ്. പക്ഷേ ആ കാര്യത്തിൽ പിടിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അന്വേഷണ ഏജൻസികൾ പോലും അവിടേക്ക് എത്തുന്നില്ല. കഴിയില്ല. നോക്കൂ, അവിടെ ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഇതിൻ്റെ ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇൻട്രീം സെറ്റിൽമെൻറ്റിൽ നേരത്തെ തനിക്ക് ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ട 70% തുക, ആ 70% തുകയ്ക്ക് അദ്ദേഹത്തിന് ഇളവ് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് PV മുതൽ PK വരെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഞാൻ ഇത്രയധികം രൂപ കൊടുത്തിരിക്കുന്നു. അത് എത്രയാണ്? 16 കോടിയാ മറ്റോ ആണെന്ന് തോന്നുന്നു. 16 കോടി രൂപ കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അത് നിയമവിധേയമായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം കൊടുത്തു എന്ന് പറയാം. അരുൺ ഉന്നയിക്കാൻ പോകുന്ന വാദം എനിക്കറിയാം. ജെയിൻ കമ്മീഷൻ അന്വേഷണത്തിൽ ഇങ്ങനെയുള്ള തുണ്ടുകടലാസ് കൊണ്ടൊന്നും ഒരു കാര്യം നടക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഇവർക്ക് നികുതി ഇളവ് നൽകിയിട്ടുള്ളത്? അല്ല, ആദായ നികുതി ഇളവ് നൽകിയിരിക്കുന്നത് ഇല്ല. IT ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർട്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല.
ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് അക്കാര്യത്തിൽ പിന്നീട് ആർക്കും ഒരു വേവലാതി ഇല്ലല്ലോ അരുൺ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കളെ അല്ല, മാധ്യമങ്ങൾക്ക് 18 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അഡ്വർടൈസ്മെന്റ് ആൻഡ് എന്താണ് സർക്കുലേഷനോ എന്നാണ് പറഞ്ഞത്. അല്ല, അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റിന് കൃത്യമായ ഇൻവോയ്സ് ഉണ്ടാകണം, കൃത്യമായ രീതിയിൽ ബില്ല് വരണം, കൃത്യമായ രീതിയിൽ അത് മാധ്യമ സ്ഥാപനത്തിന്റെ ഇതിന് ബാലൻസ് ഷീറ്റിലും കാര്യം ഉണ്ടാകണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അമ്പലങ്ങൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് നിങ്ങൾ എനിക്ക് ആദായ നികുതി ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കർത്ത ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിലേക്ക് പോയിരിക്കുന്നതിന് 70% അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹത്തിന് ആ കാര്യങ്ങളിലൊരു ഇമ്മ്യൂണിറ്റി നൽകുകയും ചെയ്തിട്ട് ഈ പറയുന്ന 1.72 കോടി രൂപയുടെ കാര്യത്തിനകത്ത്, അത് 3 വർഷം കൊണ്ട് കൊടുത്ത തുകയുടെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? ഇൻവോയ്സ് കൊടുത്ത്, സർവീസ് കൊടുത്ത്, ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് ക്രിയേറ്റ് ചെയ്ത്, ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് നടത്തി, അതിന് IGSTയും GSTയും TDSും അടച്ച് അത്രയും ട്രാൻസാക്ഷൻ്റെയും കരാറിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ഇല്ലീഗലായ ഡീല് നടന്നിട്ടുണ്ടോ എന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ROC ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന 210(1)(c) പ്രകാരം നിങ്ങൾക്ക് എന്താ അന്വേഷിക്കാൻ കഴിയുക? ഒരു കമ്പനിയുടെ പ്രവർത്തനം മാത്രമാണ് അന്വേഷിക്കുക. ഇവിടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രവർത്തനത്തിലെ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വരി എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വേരിയസ് വയലേഷൻസ് ആൻഡ് ഒഫൻസസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ സർവീസ് നൽകിയതായി തൻ്റെ അറിവിലില്ല എന്ന് പറഞ്ഞ ഒരു മൊഴി എടുത്തു വെച്ചിട്ട് ROC അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ്? ഈ കമ്പനി വൈൻഡപ്പ് ചെയ്ത കമ്പനിയാണ്. എങ്ങനെയാണ് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുക? എനിക്ക് എൻ്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യണം, എനിക്ക് ടാക്സ് അടക്കാനുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഒബ്ലിഗേഷൻ ഉള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആ കമ്പനി കയറി വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൂർണ്ണമായും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ ബോധ്യപ്പെടുത്തണം, എൻ്റെ കമ്പനി സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത്, എൻ്റെ കമ്പനി നഷ്ടത്തിലാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തില്ല, പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ മുഴുവൻ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ കമ്പനി കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു കേസും ഇല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തീരുമാനമെടുത്ത വിഷയത്തിൽ വീണ്ടും കമ്പനി അഫയേഴ്സ് ചർച്ച നടത്തും. വളരെ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇങ്ങനെ ഒരു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിട്ടുണ്ടല്ലോ, ഒരു സർവീസും നൽകാതെയാണ്, അതും സമൂഹത്തിൽ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്രോമിനൻറ്റ് പേഴ്സണാലിറ്റിയുടെ മകളായതുകൊണ്ടാണ് എന്നുള്ളൊരു അതിൻ്റെ മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. കാരണം അവിടെ ഈ കമ്പനി അഫയേഴ്സിലേക്ക് അന്വേഷണം വരുമ്പോൾ ഇനി വീണ വിജയൻ്റെ കൂടി ഭാഗം കേൾക്കണമല്ലോ, CMRLൻ്റെ കൂടി ഭാഗം കേൾക്കണമല്ലോ. കാരണം CMRL പറയുന്നത് എന്താണ്? ഞങ്ങൾ ആദ്യം ആ വെപ്രാളത്തിൽ കൊടുത്ത മൊഴിയല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ വിത്ത് പ്രൂഫ് ഞങ്ങൾ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്, ആ സത്യവാങ്മൂലമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല. ഇനി അവർക്ക് ഈ പറയുന്ന കമ്പനി അഫയേഴ്സിനെ സമീപിക്കാം, ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്ന്. ഒറ്റ കാര്യം, അതായത് ഈ ഡോർമെന്റ് ആണ്, എക്സാലോജിക് ഡോർമെന്റ് ആണ് എന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാലപരിധി ഉണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ 2018 അല്ല. ഈ വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതിൻ്റെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു കമ്പനി, സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരു കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നത് ഒരു ഡിക്ലറേഷനിലേക്ക് എത്തണം. അതായത് ഡോർമെന്റ് ആണ് എന്നത് അറിയിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി അഫയേഴ്സിന്റെ ഡോക്യുമെന്റ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ ഡോക്യുമെന്റ് അനുസരിച്ചുകൊണ്ട് വീണയുടെ ഫേം അത് ഡോർമെന്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2022 അവസാനം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള പോയിന്റിലേക്കാണ് സുജയ വരുന്നത്. അതായത് ഞാൻ എൻ്റെ കമ്പനി 2014 അവസാനിപ്പിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി സുതാര്യമായി ആ കമ്പനി ഡോർമെന്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി ആ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആ അന്വേഷണത്തിനിടയിലും എന്നെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ആ നിലയിൽ ഡോർമെന്റ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കൂടി വരുമ്പോൾ ഇതിലൊരു അന്വേഷണം, അതായത് ഇതിനകത്ത് അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പറയുന്ന ഡോർമെന്റ് സ്റ്റാറ്റസ് അതടക്കമുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യുന്നത് മിനിസ്ട്രി തന്നെയാണ്. അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ സുജിയൊക്കെ കുറച്ചു കാലമായില്ലേ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നു. ഈ നിങ്ങളുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ
വേണ്ട, നമ്മൾക്കൊന്നും പരിചയമുള്ള ആളുകളുടെ കമ്പനിയുടെ മേലെ ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വിടുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? പത്രത്തിലൊരു 100 വാർത്ത ഉണ്ടാവുമല്ലോ ഒരു ദിവസം ഒരു പത്രത്തിൽ. അങ്ങനെ ഒരു 5-8 പത്രമൊക്കെ സുജയ പാർവതി വായിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു കമ്പനിയുടെ 1.72 crores 3 വർഷത്തെ എഗ്രിമെൻറ്റിൽ ഒരു 3 ഉയർന്ന ദക്ഷിണേന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കാൻ ഇവിടെ ഒരു തീരുമാനിച്ചിരിക്കുന്നു? point ഉണ്ടല്ലോ. കമ്പനികാര്യ മന്ത്രാലയം എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്രമല്ല അവർ 4 മാസം വളരെ സ്ഫടികം പോലെ പറഞ്ഞിരിക്കുകയല്ലേ. 4 മാസം എന്ന് പറയുന്നത് എന്താ? മെയ് 12. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ തന്നാൽ മതി. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നേ. Meet the editors.